നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം അതായത് BKC ഏരിയയിലൂടെയാണ്. BKC എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും ഇവിടെ ഹെഡ് ഓഫീസുണ്ട്. അതായത് ബാങ്കുകൾക്ക് മാത്രമല്ല, ഒത്തിരി കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇവിടെ ഓഫീസുകളുണ്ട്. മിക്കവാറും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസുകൾ ഈ ഏരിയയിലുണ്ട്. BKC എന്ന് വെച്ചാൽ ബാന്ദ്ര കുർല കോംപ്ലക്സ് എന്നുള്ളതാണ്. വൻകിട സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും ഒരു സമുച്ചയം ഉള്ള ഏരിയ, എല്ലാവരുടെയും ഹെഡ് ഓഫീസ് ഉള്ള ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം BKC. അമേരിക്കൻ എക്സ്പ്രസ് ബാങ്ക് ആണ് ലാസ്റ്റ് കാണുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക. യെസ്, അങ്ങേയറ്റത്ത് എന്ത് വലിയ ബാങ്കുകളുടെ ഓഫീസ് ഇരിക്കുന്നുണ്ടാവും. സെബി കൊള്ളാം. അപ്പുറത്തെ SBI ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് കൊടാക് മഹീന്ദ്ര. അങ്ങനെ 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 എന്താ ബിൽഡിങ്ങുകളല്ലേ. ബാങ്ക്സിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയണത് എല്ലാം ഭീമാകാരമായ ബിൽഡിങ്ങുകളാണ്. അടിപൊളി. ഇതേതാ ബിൽഡിങ്, ഇതേത് ബാങ്കാണ് എന്ന് മനസ്സിലാവുന്നില്ല. 1 BKC. അതിൻ്റെ അപ്പുറത്ത് എന്തുവാ ബിൽഡിങ് കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ. നമ്മളേതോ ന്യൂയോർക്കിലൊക്കെ ഇവിടെ ട്രാവൽ ചെയ്യുന്ന പോലെ ഉണ്ട് അല്ലേ. ഏതോ ബിൽഡിങ് ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പുറത്ത് WeWork. അങ്ങനെ നമ്മൾ BKCയിലെ ബ്രിഡ്ജിലേക്ക് കയറുന്നു. നവന്യൂ മുംബൈ താനെ ചെമ്പൂർ റോഡ്. ഈ ബ്രിഡ്ജിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ബ്രിഡ്ജിലൂടെ 2 വീലറും 3 വീലറും ഒന്നും പെർമിഷനില്ല. കാരണം 4 വീലർ മാത്രമേ ഇതിലൂടെ അലൗഡുള്ളൂ. അതിൽ ബസ്സുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ കാരണം അത്ര രസമാണ് ഈ ഏരിയ, അത്ര റിച്ചാണ് ഈ ഏരിയ. പിന്നെ അത്രയും ക്രൗഡ്ഫുള്ളാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 7 മണിയാണ്. അത് ഒരു സൈഡിൽ ഇതിങ്ങനെ ചേരികളുണ്ട്. മുംബൈയിലെ ചേരികൾ എന്ന് പറയണത് നമുക്ക് ലോകമെമ്പാടും ഫേമസ് ആണ്. ദ സ്ലം ഡോഗ് മില്ലിയനെയർ. അങ്ങേയറ്റത്ത് ഒരു ഇത് വെച്ചിരിക്കുന്നുണ്ടോ, BKC ഫ്ലൈ ഓവറിൻ്റെ അവിടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി 2 റൈറ്റ് ലെഫ്റ്റ് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. എന്താ ഇവന്മാർ, അടിപൊളി. ഈ വഴിയിലൂടെ പോകുന്നവരും വരുന്നവരും എല്ലാവരും കാണും. അപ്പുറത്തുനിന്നുണ്ട് സൂര്യൻ അങ്ങനെ നമ്മളെ പിന്തുടരുന്നുണ്ട്. നമ്മൾ സൂര്യനെ ഫോളോ ചെയ്യുന്നു, സൂര്യൻ നമ്മളെ ഫോളോ ചെയ്യുന്നു അല്ലേ. ഭയങ്കര രസമാണ് സ്ഥലം. റോഡൊക്കെ അടിപൊളി റോഡാണ്. മുംബൈ എന്താ പറയുക, അതൊരു വല്ലാത്ത നൊസ്റ്റു ഉണർത്തി തരുന്ന പ്രദേശമാണ് മുംബൈ. അവിടെ നമുക്ക് പോകുന്ന വഴിയുടെ നാവിഗേഷൻ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ BKC ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്ത ഏരിയയിലൂടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് മനസ്സിലായോ? നമ്മൾ ലോനാവാല, കണ്ടാല, പൂനെ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ അങ്ങനെ നമ്മൾ പോകും. നമ്മൾ അവിടെ എന്തൊക്കെയോ കുറേ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയാണിത് ശരിക്കും പറഞ്ഞാൽ. ഒരു പക്ഷേ ഈ വീഡിയോ റിലീസാവുന്നതിന് മുമ്പ് ഡെസ്റ്റിനേഷൻസൊക്കെ ചിലപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പിസോഡ്സിൻ്റെ ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പാസേജിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ക്രോസിങ്. ഇവിടെ ക്രോസിങ് ഇല്ലാതെ രക്ഷയില്ലല്ലോ. ഭയങ്കര രസമുണ്ടല്ലേ. അങ്ങനെ റോഡ് 2ആയി പിരിയുന്നു. ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് പോകും, നമ്മൾക്ക് താഴേക്കോട്ട് പോകും. ഈ റോഡ് എവിടേക്കോട്ട് പോകണം, എങ്ങനെ പോയി എവിടെ ചെന്ന് ഇറങ്ങണം, എങ്ങനെ ട്രാവൽ ചെയ്യണം, ഇതെങ്ങനെ 1 വേ തെറ്റാതെ പോകണം, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തവൻ്റെ തലയിലുള്ള ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കൃത്യമായിട്ട്
മനസ്സിലാക്കി ഇതിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ഈ ഡ്രൈവേഴ്സിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച്. കാരണം കിലോമീറ്ററുകൾ അകലത്തിലാണ് ഈ സിറ്റി കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടുത്തെ കംപ്ലീറ്റ് ട്രാഫിക്കും അതിൻ്റെ എല്ലാ റൂട്ടുകളും കൃത്യമായി മനസ്സിലാക്കണ്ടേ. ഇത് എന്ത് രസമാണെന്ന് നോക്കി, മുകളിലൂടെ വണ്ടി അങ്ങനെ കറങ്ങി വരുന്നത് കാണാൻ. അടിപൊളി അല്ലേ, അടിപൊളി. ചെമ്പൂർ പോകുന്നൊരു ഈ ചെമ്പൂർ എന്നുള്ള പേരൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റു ഉണ്ടല്ലേ. പണ്ട് നമ്മൾ ആര്യൻ ഇന്ദ്രജാലം പടത്തിലൊക്കെ നമ്മൾ കേട്ട് അല്ലേ, പഴകിയ ഒരു സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ചില സിനിമകളുടെ. എന്താ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ്, അത് ആ ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നല്ല രസമുണ്ടല്ലേ. പിന്നെ മാക്സിമം ട്രാഫിക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആൾക്കാർ. എൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടികളുണ്ടാവും അങ്ങനെ കോഴി ചിതറി പോലെ അല്ല, അത്യാവശ്യം ലൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉണ്ട് ഉണ്ടോ, ഓട്ടോ ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് ചേർന്ന് ആ ലൈനിലാണ് പോകുന്നത്. കാറ് സെൻട്രൽ ലൈൻ ഉണ്ട്, അപ്പുറത്തെ ലൈനിൽ വണ്ടി, അതൊക്കെ കറക്റ്റ് ഉണ്ടോ, ഒരു മെയിൻറ്റെയിൻ അവർ ചെയ്യുന്നുണ്ട് എന്തായാലും. കാരണം ഇത്രയും ട്രാഫിക് അല്ലെങ്കിൽ അവർക്കും അറിയാം ബ്ലോക്കിൽ വന്ന് പെട്ടാൽ തീർന്നു. ഞാൻ ഈ വണ്ടിയിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ കൂടെയുള്ള വണ്ടി ഓടിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യാനാണെന്ന്. അപ്പോൾ ഇടയിൽ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി, എന്നിട്ട് ആ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി. ഇപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്. മറ്റേന്ന് വെച്ചാൽ ആകെ പൊടി പടലൊക്കെ പിടിച്ചിരിക്കണമായിരുന്നു, റിഫ്ലക്ഷനൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നവി മുംബൈ ഘാട്ട്കോപ്പർ താനെ. നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ പല സ്ഥലത്തും നമ്മളൊരു പാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് നമ്മൾ പോകുന്ന സ്ഥലം. അത് ഷാരൂഖ് ഖാൻ്റെ ഏതൊരു പടത്തിൽ പറയുന്നുണ്ട്, ആത്തിക്ക ഖണ്ടാല. ആ സ്ഥലമാണ് ലോനാവാല ഖണ്ടാല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇടാൻ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് മിക്കവാറും അത് കഴിഞ്ഞ് പോന്നിട്ടുണ്ടോ നമ്മൾ ട്രാവൽ ട്രിപ്പ് മിക്കവാറും അങ്ങനെയായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യാം. കാരണം ഇങ്ങനെ സ്ഥിരമായി ട്രാവൽ മാത്രം ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ നമ്മളത് ഒരു ഫസ്റ്റ് ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഇട്ടിട്ട് പിന്നെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എല്ലാം ഒരു വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകാന്നുള്ള ലെവലിലാണ്. അപ്പോഴാണ് കാണുന്നവർക്ക് ഒരു ഇൻപം, അല്ലെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി അതുണ്ടാക്കി നല്ല രസമുണ്ടല്ലേ. വലതിലേക്ക് റോഡ്, ഇടത് സൈഡ് റോഡ്, അങ്ങനെ പൊളഞ്ഞ് പോകുന്നു. എന്താ അത്, ഭയങ്കര രസമുണ്ട്. അതായത് റോഡിൻ്റെ സ്ട്രക്ചറുകൾ കാണാൻ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾക്ക് റോഡ് റോളർ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ പുറകിലൊന്ന് പെട്ടിട്ടുണ്ട് കേട്ടാ, പതിയെ പോകാൻ പറ്റുള്ളൂ. രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള വഴിയിലൊക്കെ റോഡ് റോളർ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള വണ്ടികളുടെ ട്രാഫിക് എന്തായിരിക്കും. ഇപ്പം തന്നെ അതൊക്കെ ഫ്രണ്ടിൽ കണ്ടില്ലേ, കാലത്ത് 7:30 മണിക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ട്രാഫിക്കിലേക്ക് എത്തി ലൈറ്റായിട്ട്. അപ്പോൾ നൈസല്ലേ ട്രാവല്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം. നല്ലൊരു വിഷ്വൽ കാണിച്ചിട്ട് പിന്നെ ട്രാഫിക്കിലെത്തി. അപ്പോൾ ഇതാണ് മുംബൈ സിറ്റിയിലെ യാത്രാവിശേഷങ്ങൾ. കുറേശ്ശെയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. ഓരോ സ്ഥലത്തു കൂടെ പോകുമ്പോഴും ഓരോതരം വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്. അത് എല്ലാ അനുഭവങ്ങളും നമ്മളിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട്, ഓരോ ലൈബ്രറി ആയിട്ട് നമ്മൾ ഇങ്ങനെ പുറത്തിറക്കും നിങ്ങൾക്ക് കാണാൻ, എനിക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതൊരു രസമുള്ള വീഡിയോസായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്നെടുത്തിട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും നാളത്തെ ഹിസ്റ്ററി ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
ഇതൊക്കെയാണ് ഒരു എന്താ പറയുക മോർണിംഗ് ദൃശ്യങ്ങൾ മുംബൈ സിറ്റിയുടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ സമയത്ത് വന്നാലേ കിട്ടൂ. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ ഇതൊന്നും എടുക്കാൻ പോലും പറ്റില്ല, കാരണം ഇഴഞ്ഞ് പോകും ഇതുവഴിക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ഏതെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയിൽ വരുമ്പോൾ വീഡിയോ പകർത്താം. തൽക്കാലത്തേക്ക് ഇത് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കേ, ബൈ.